എറണാകുളം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വൈപ്പിൻ മണ്ഡലം. വൈപ്പിൻ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി എല്ലാ വീടുകളിലും ഒപ്പം തന്നെ ദേവാലയങ്ങളൊക്കെ തന്നെ കയറി വോട്ട് ചോദിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ തവണ കൊച്ചിയിലാണ് മത്സരിച്ച് ഇത്തവണ ടോണി ചമ്മണി വൈപ്പിനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ടോണി ചമ്മണി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ആവേശകരമായ പ്രചരണമാണ്. എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? കഴിഞ്ഞ 4 ദിവസമായി നിയമമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. സ്ഥാനാർത്ഥിത്വം കിട്ടി പിറ്റേ ദിവസം ഈദ് ദിനമായിരുന്നു. അന്നെല്ലാ മോസ്കുകളിലും പോയി ഈദ് ഗഹളിൽ വിശ്വാസികളെ കണ്ടു. ഒരു ഔപചാരികമായിട്ട് റോഡ് ഷോയോടുകൂടിയാണ് ആരംഭിച്ചത്. ഇപ്പോൾ പ്രധാന സ്ഥാപനങ്ങളിൽ വിവിധങ്ങളെ മതസ്ഥാപനങ്ങളിലെല്ലാം സന്ദർശിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി. ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടലിൽ ആളുകൾ കേരളത്തിലൊരു ഭരണമാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നത് മനസ്സിലാക്കിയെടുക്കാം, മുഖത്ത് വായിച്ചെടുക്കാം. ഈ പ്രദേശത്തും കുറേ ഇഷ്യൂസുണ്ട്, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമുണ്ട്. ഈ പ്രദേശത്ത് സാധാരണക്കാരാണ്. അവർ നേരിടുന്ന അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ അനവധി വർഷമായി പരിഹാരം കണ്ടിട്ടില്ല എന്ന ഒരു പരാതി നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ്. യാത്രാക്ലേശം ഈ പ്രദേശത്തിൻ്റെ ഒരു ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങളിലൊന്നാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കടൽ കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. കായൽ വെള്ളം ഒരു വെള്ളം കയറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നൊരു ജനസമൂഹമാണ്. കൊച്ചി പോലൊരു നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. എന്നാൽ ഒരു പ്രദേശം അർഹിക്കുന്നതായ വികസന പദ്ധതികളോ പ്രവർത്തനങ്ങളോ നടക്കാത്ത ഒരു ഇഷ്യൂ കൂടിയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഇന്നിപ്പോൾ കേരളത്തിൽ പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷവും ഈ പ്രദേശത്തെ പ്രാദേശിക പ്രശ്നങ്ങളും എല്ലാം സമന്വയിക്കുമ്പോൾ എനിക്ക് ശുഭമായ ഒരു വിശ്വാസമുണ്ട്. നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിന് UDF-നോട് വിജയിക്കാൻ പറ്റും. ഇവിടെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അങ്ങ് നഗരപിതാവായിരുന്നു. സ്വാഭാവികമായി ഈ പ്രദേശമൊക്കെ അറിയാം, ജനങ്ങളുമായിട്ടും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രവർത്തകരുമായിട്ടൊക്കെ. അപ്പോൾ അത് ഏത് തരത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ എനിക്കൊരു അനുഭവ സമ്പത്ത് കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഒരു നാടിൻ്റെ ഒരു നഗരം നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയും അതിലേറെക്കുറെ വിജയിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വൈപ്പിനിൽ എനിക്ക് ഒരു രാഷ്ട്രീയ നിയോഗം ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ അതിൻ്റെ മുൻഗണന അത് മനസ്സിലാക്കി അതിനാവശ്യമായ പരിഹാരം കാണാനുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് വൈപ്പിനിൽ സമഗ്രമായൊരു വികസന പാക്കേജ് ഈ പ്രദേശത്തിന് വേണം. വൈപ്പിൻ സമഗ്ര പാക്കേജ് അതിലെല്ലാം ഉൾപ്പെടുന്നതാണ്. ഞാൻ നേരത്തെ ഇഷ്യൂസ് എല്ലാം ഉൾപ്പെടുക. അത് മുന്നോട്ട് വെക്കുക എന്നുള്ള എൻ്റെ ആശയം. ഇവിടെ വിജയിക്കാനൊരു അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യമായ ശ്രമത്തിനായിരിക്കും എൻ്റെ മുൻഗണനയും. ഈ വൈപ്പിൻ പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ MLA മാറി MLA തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നു, പകരം MP ഷൈനി വരുന്നു. ഒപ്പം തന്നെ 2020 ഒരു സാന്നിധ്യമുണ്ട്, കാരണം BJP-യോടൊപ്പം ചേർന്നവർ മത്സരിക്കുന്നു. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? 2016, 2021 ആ വർഷങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമല്ല 2026. അത് 3 മാസം മുമ്പ് കേരളത്തിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ദൃശ്യമായതാണ്. ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ കോൺഗ്രസ് UDF വിജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ പോലും മലബാറിൽ, കണ്ണൂർ ജില്ലയിൽ പോലും UDF നേടി. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ തരംഗമാണ്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ LDF നേടിയോ UDF-ന് നഷ്ടപ്പെട്ടോ എന്നതല്ല പ്രസക്തി. 2026 കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നോട്ട് ഗവൺമെൻറ് വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിലേറാൻ സഹായിച്ച പാർട്ടി പ്രവർത്തകർ പോലും ഈ ഗവൺമെൻറ് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഇവിടെ പ്രതിഫലിക്കും. ഇവിടെ ഇന്നലെകളിൽ എന്താണെന്നല്ല, ഇന്ന് 2026 ഇന്നിൻ്റെ രാഷ്ട്രീയം, ഇന്നത്തെ വിഷയങ്ങൾ അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. സ്വാഭാവികമായും എറണാകുളത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ 2020 കടന്നുവരവ് കുറച്ചായിട്ട് എറണാകുളത്ത് സജീവമാണ്. ഇത്തവണ അവർ BJP-ക്കൊപ്പം NDA-ക്കൊപ്പം നിൽക്കുകയാണ്. ഈ 2020 എന്നൊരു പാർട്ടി ജനങ്ങളിൽ ഉണ്ടാക്കിയൊരു പ്രതിച്ഛായ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തായി ഒരു വ്യത്യസ്ത പാർട്ടി ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു, അവശ്യ സാധനങ്ങൾ, അങ്ങനെ ഒരു നോൺ കറപ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള ഒരു പ്രചരണമായിരുന്നു അവർ കൊടുത്തത്. ആളുകൾ അതിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കണം മുൻകാലങ്ങളിലെല്ലാം കുറേയെല്ലാം വോട്ടവർക്ക് സമാഹരിക്കാൻ സാധിച്ചത്. അങ്ങനെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കെതിരെ രൂപീകരിച്ചൊരു പാർട്ടി അത്തരം ഒരു പരമ്പരാഗത വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകകക്ഷിയായിരിക്കുകയാണ്. NDA-യുടെ BJP-യുടെ ഭാഗമായിരിക്കും. അതോടെ 2020 എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ആശയത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി. അതുകൊണ്ട് അത് ജനം നിഷ്കരണം തള്ളിക്കളയും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 കൊച്ചി കോർപ്പറേഷൻ അടക്കം ഒരിടത്തും വിജയിക്കാനോ വോട്ട് ലഭിക്കാൻ ഒരു 50-ൽ താഴെ വോട്ടുകളാണ് പലയിടത്തും മേടിച്ചത്. അതെന്താ വെച്ചാൽ ആളുകൾ മനസ്സിലാക്കി 2020 BJP-യുടെയും CPM-ൻ്റെയും B ടീമാണ്, BJP-യുടെയും CPM-ൻ്റെയും പാലമാണ് 2020. ഏതായാലും എല്ലാവിധ ആശംസകളും. സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോട്ടെ.
ഇതാണ് വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വൈപ്പിൽ വികസന മുരടിപ്പാണ് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. മാത്രമല്ല ഭരണമാറ്റത്തിന് വൈപ്പിൻ ജനത UDFനൊപ്പം നിൽക്കുമെന്ന് കൂടിയാണ് ടോണി ചെമ്മണി വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.